ഹലോ, ഐ ആം സിനുഷാൻ. ഇന്നത്തെ വീഡിയോ ഷറാറ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണ് അളവെടുക്കുക അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് അളവെടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമ്മൾ ലെങ്ത്താണ് അളവെടുത്തുന്നത്. ഫസ്റ്റ് യോക്ക് ലെങ്ത് എത്രയാണോ അതിനേക്കാളും താഴെയാണ് കേട്ടോ വരിക. അതായത് ഷേപ്പ് ലെങ്ത്തിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലായിട്ടാണ് ഈ ഷറാറ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലെങ്ത് എടുക്കാം. നന്നായി കയറിയാലും ഭംഗി ഉണ്ടാവില്ല. കുറച്ച് ഒന്ന് ഇറങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാം. 1/2 ഇഞ്ച് മേലെ ഷോൾഡറിനായിട്ടും താഴെ 2 ഇഞ്ച്, പിന്നെ താഴെ ഒരു 1/2 ഇഞ്ച്, അങ്ങനെ എക്സ്ട്രാ ഒരു 3 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഷേപ്പിനേക്കാളും 3 ഇഞ്ച് ലെങ്ത് കേട്ടോ. ഈ താഴെ സ്കേർട്ടാണ്, എത്ര ഇഞ്ച് വേണമെന്ന് നോക്കുക. പാൻറ്റിൻ്റെ പ്ലീറ്റ്സിനേക്കാളും കുറച്ച് മേലെ നിൽക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ട് പാൻറ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തതനുസരിച്ചിട്ടാണ് മേലത്തെ ടോപ്പിൻ്റെ ലെങ്ത്ത് നോക്കി എടുക്കുക. ഇനി നമുക്ക് വിടുത്ത് നോക്കാം. എത്രയാണോ വീതി വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്ലോത്ത് വേണം കേട്ടോ പ്ലീറ്റ്സ് ഇടാനായിട്ട്. ഇപ്പോൾ ഫുള്ള് 24 ആണെങ്കിൽ നമുക്ക് ഒരു ഭാഗം 12 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 1 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടണമെങ്കിൽ അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഒന്ന് ട്രയലൊന്ന് നോക്കാം. ചെറിയൊരു ക്ലോത്തിൽ കേട്ടോ, ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മടക്കിയിടാം. ഇങ്ങനെ മടക്കിയിട്ട് വീതിയിലോട്ട് മടക്കി നീളത്തിലോട്ട് മടക്കാം. ഇത് ചെറിയ ക്ലോത്ത് ആയതുകൊണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നമുക്കിതിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ചെസ്റ്റിൻ്റെ 4 ഭാഗം പ്ലസ് 2 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ മടക്കിയിടുന്നുണ്ട്. അതിനുശേഷം എത്രയാണോ ലെങ്ത്ത് വരുന്നതനുസരിച്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഷേപ്പ് ലെങ്ത്തിനേക്കാളും ഒരു 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് തയ്യൽത്തും മടക്കം. ആദ്യം ലെങ്ത്ത് വരച്ചു കൊടുത്തു. ഇനി കഴുത്തിൻ്റെ പകുതി, ഷോൾഡർ പ്ലസ് 1/4 ഷോൾഡർ പ്ലസ് 1/2 കൈക്കുഴി, പിന്നെ ബ്രസ്റ്റ് വിഡ്ത്തും ഷേപ്പും വരച്ചു കൊടുത്തു. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് വലിയവർക്കും അളവ് മാത്രം വ്യത്യാസമുള്ളൂ. കട്ടിങ് എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴെ ഇവിടെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം തയ്യൽ തുമ്പിനായിട്ട്. 2 സൈഡിലും 1 ഇഞ്ച് എടുക്കണം. എന്നിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആദ്യം എത്ര ഇഞ്ചിലാണ് പ്ലീറ്റ്സ് വേണ്ടതെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, എത്ര വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1 ഇഞ്ച് പ്ലീറ്റ്സ് ആണെങ്കിൽ നമുക്ക് 6 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഒരു ഭാഗം കേട്ടോ. 6 ഇഞ്ചാണെങ്കിൽ 12 ഇഞ്ചാണ് 1 ഇഞ്ച് ഇടുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 12 ഇഞ്ചാണെങ്കിൽ 24, അങ്ങനെ കൂടി നമുക്ക് വിടുത്ത് വേണം കേട്ടോ. ഈ ഭാഗത്ത് ക്ലോത്ത് എത്ര കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ്, സാറ്റിൻ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. എല്ലാ ക്ലോത്തിലും നമുക്ക് ചെയ്യാം, പക്ഷെ നല്ല ഭംഗിയിൽ അയൺ ചെയ്ത് കൊടുക്കണം. എന്ത് ക്ലോത്തായാലും നല്ല ഭംഗിയിൽ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോക്കി നോക്കാം എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതൊന്നും കൂടി നോക്കി നോക്കാം. അതായത് 1/2 ഇഞ്ചാണെങ്കിൽ അതിന് ഡബിൾ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞ് തരാം. പ്ലേറ്റ്സിൻ്റെ അളവ് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എത്ര ക്ലോത്ത് വേണം അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ക്ലോത്ത് ഉള്ളെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല ഭംഗിയിൽ നമുക്ക് തിക്കായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അളവ് എന്ന് നമുക്കൊന്ന് എഴുതി കാണിക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ മീതെ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെയാണോ എളുപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ 6 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഭാഗത്തെ വിടുത്തെങ്കിൽ 6 × 4. ഓക്കെ,
24 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതായത് 1 ഇഞ്ച് പ്ലീറ്റ്സ് ആണെങ്കിൽ. ഇനി 12 ഇഞ്ചാണ് വിടുത്തെങ്കിൽ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 48. ഒരു ഭാഗത്താണ് കേട്ടോ, വൺ സൈഡ്. ഇതുപോലെ തന്നെ ബാക്കിലും പ്ലീറ്റ്സ് വേണമെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ 1/2 ഇഞ്ച് പ്ലീറ്റ്സ് ആണെങ്കിലും ഇത്ര എടുത്താൽ മതി. ക്ലോത്ത് കൂടുന്നോറും നല്ല ഭംഗിയുണ്ടായിരിക്കും. 20 ഇഞ്ച് വിടുത്താണെങ്കിൽ അപ്പോൾ ടോട്ടൽ 40 ഇഞ്ചാണ് വിടുത്തെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കണം കേട്ടോ. ഒരു ഭാഗത്തെ അളവാണ് നമ്മൾ എഴുതുന്നത്. 22 ഇഞ്ചാണെങ്കിൽ ഇൻറ്റു 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 88. ഇത്രേ ക്ലോത്താണ് നമുക്ക് ആവശ്യം വരിക. അപ്പോൾ നമ്മൾ നോക്കുക 88 ഇഞ്ച് അല്ലെങ്കിൽ അപ്പോൾ എത്ര മീറ്റർ? 60 ഇഞ്ചാണല്ലോ ഒരു ടേപ്പ്, അത് 1.5 മീറ്ററാണ്. അപ്പോൾ 88 ആകുമ്പോൾ 1.5 മീറ്ററും 15 പോയിൻറ്റും. അങ്ങനെ 48 ഇഞ്ചാണെങ്കിൽ എത്ര സെൻറ്റിമീറ്ററാണ് കിട്ടുക നോക്കി നമുക്ക് ക്ലോത്ത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. സിമ്പിളാണ്, നമ്മൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഇങ്ങനെ ഓരോന്നും അളന്ന് കറക്റ്റായിട്ട് വേണം നമുക്ക് നോക്കിയിട്ട് ക്ലോത്ത് എടുക്കാനായിട്ട്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. യോക്ക് അര ഇഞ്ചാണെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ ക്ലോത്ത് വേണം. 1 ഇഞ്ചാണെങ്കിൽ അത്ര വേണ്ട. യോക്ക് ഭാഗം ചെറിയ കുട്ടികൾക്ക് 1/2 മീറ്ററും വലിയവർക്ക് 1 മീറ്ററാണ് കേട്ടോ വരിക. യോക്ക് മാത്രമായിട്ട് പ്ലീറ്റ്സ് കൂടാതെ. പിന്നെ സ്ലീവിന് വേറെ വേണം. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അളന്നിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.